ഇപ്പൊ ഈ റിയാലിറ്റി ഷോ കണ്ടസ്റ്റന്റ് ആൻഡ് വിന്നറിന് പ്ലേ ബാക്ക് സിംഗിങ്ങിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അതെങ്ങനെയായിരുന്നു? പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമല്ലായിരുന്നു. പക്ഷെ 2-3 പാട്ടുകൾ ആൾക്കാർക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളൊരു അവസരം എറണാകുളത്ത് വന്നപ്പോഴാണ് കിട്ടിയത്. അല്ലാണ്ട് ഞാൻ ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിംഗർ ആവാം എന്നൊക്കെ ഉള്ളതാണ് പിന്നെ ആഗ്രഹമുണ്ടായിരുന്നത്. അപ്പോൾ എറണാകുളത്തേക്ക് താമസം മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയേ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ 6 മാസം കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നൊക്കെയുള്ള ശപഥത്തിൽ വന്നിട്ട് ഞാനിപ്പോ 5 വർഷമായിട്ട് ഇവിടെ ഇപ്പൊ വീട്ടിൽ പോകണ്ട, വീട്ടില് ഒരാഴ്ച നിന്ന് കഴിഞ്ഞ് തിരിച്ച് കൊച്ചിയിലേക്ക് വരണം. കൊച്ചിക്ക് അങ്ങനെ ഒരു പവർ ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ള. പിന്നെ മ്യൂസിക്കിന് കുറച്ചും കൂടെ കംഫർട്ട് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ കൊച്ചിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രോയിങ് ആർട്ടിസ്റ്റ്, അല്ലാതെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്ഥലം എന്നുള്ളത് വിഷയമല്ല. പക്ഷെ നമുക്ക് ഇവിടെ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അതുകൊണ്ട് കൊച്ചിയിലേക്ക് വരും. കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും അല്ലേ കൊച്ചിയിലാണ്.